ഈ പട്ടാളക്കാരൻ മരച്ചില്ലകൾ കൊണ്ട് ശരീരം മറിച്ച് ജർമ്മൻ താവളത്തിലേക്ക് രഹസ്യമായി നീന്തുകയായിരുന്നു. ജർമ്മൻ സൈന്യത്തിന്റെ യുദ്ധസാമഗ്രികൾ കടത്തുന്ന മരപ്പാലം സ്ഫോടനത്തിൽ തകർക്കുകയായിരുന്നു റഷ്യൻ സൈനികനായ ജിമ്മിയുടെ ലക്ഷ്യം. മരച്ചില്ലകൾ കൊണ്ട് സ്വന്തം ശരീരം മറച്ച് രഹസ്യമായി അവൻ പാലത്തിനടിയിൽ നീന്തിയെത്തി സ്ഫോടകവസ്തുക്കൾ സ്ഥാപിച്ചു. എന്നാൽ പെട്ടെന്ന് സംശയം തോന്നിയ ഒരു ജർമ്മൻ കാവൽക്കാരൻ പുഴയിലേക്ക് ലക്ഷ്യമില്ലാതെ തുടർച്ചയായി വെടിയുതിർത്തു. വെള്ളത്തിനടിയിലായിരുന്ന ജിമ്മിക്ക് വെടിയേൽക്കുകയും അതിനിടയിൽ ബോംബിന്റെ വയർ മുറിഞ്ഞു പോവുകയും ചെയ്തു. അതിമാരകമായ ബോംബ് വസ്തുക്കൾ ജർമ്മൻകാർ ആ പാലത്തിലൂടെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അത് തടഞ്ഞില്ലെങ്കിൽ അനേകം റഷ്യൻ സൈനികർ കൊല്ലപ്പെടുമെന്ന് ജിമ്മിക്ക് ഉറപ്പായിരുന്നു. അതിനാൽ തന്റെ മുറിവുകളുടെ കടുത്ത വേദന സഹിച്ചും അവൻ വീണ്ടും പാലത്തിനടിയിലേക്ക് തന്നെ നീന്തിച്ചെന്നു. എന്നാൽ അവന്റെ ശരീരത്തിൽ നിന്നൊഴുകിയ രക്തം കണ്ട് ഗാർഡുകൾ അവനെ കണ്ടെത്തുകയും വെടിവെക്കാൻ സൈനികർക്ക് ഉത്തരവിടുകയും ചെയ്തു. പദ്ധതി പൊളിഞ്ഞെന്ന് മനസ്സിലാക്കിയ ജിമ്മി ഒട്ടും മടിക്കാതെ വയർ വലിച്ച് ബോംബ് പൊട്ടിച്ചു. സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ശത്രുക്കളോടൊപ്പം അവനും ആ പാലത്തിൽ പൊട്ടിത്തെറിച്ചു. എന്നാൽ ജർമ്മൻകാർ അവിടുത്തെ ഗ്രാമീണരെ മുഴുവൻ തടവിലാക്കി എല്ലാവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഒറ്റ രാത്രി കൊണ്ട് ആ പാലം വീണ്ടും പണിതു തീർത്തു. ഇതോടെ ആ റോക്കറ്റ് ലോഞ്ചർ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളി ജിമ്മിയുടെ സഹപ്രവർത്തകർ ഏറ്റെടുത്തു. അന്ന് രാത്രിയിൽ കാവൽക്കാരെ വധിച്ച് അവർ രഹസ്യമായി ജർമ്മൻ ആയുധപ്പുരയിൽ കടന്നു. എന്നാൽ അവരുടെ കൈവശമുണ്ടായിരുന്ന കുറച്ച് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആ ഭീമൻ വാഹനം തകർക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതിനാൽ ആ വാഹനം അവിടെ നിന്നും ഓടിച്ചുകൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി വണ്ടി കേടാകുകയും അവിടെ പട്രോളിംഗ് നടത്തുകയായിരുന്ന മറ്റ് ജർമ്മൻ സൈനികർ അസ്വാഭാവികത ശ്രദ്ധിച്ച് അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു.